നമസ്കാരം. SB ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ അഭിപ്രായങ്ങളും തർക്കങ്ങളും എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം വിഷയത്തിലേക്ക് വരാം. വിഷയം മറ്റൊന്നുമല്ല, അബിൻ വർക്കിയുടെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ ഇരുന്ന് കാണുകയുണ്ടായി. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി എത്ര സുന്ദരമായിട്ടാണ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മളെയൊക്കെ വളരെ വിദഗ്ധമായി നമ്മളുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിക്കൊണ്ട് നമ്മളിങ്ങനെ നിരന്തരം പറ്റിക്കുക എന്ന് വെച്ചാൽ അന്തോ കുന്തോ ഇല്ല പറ്റിച്ചുകൊണ്ടിരിക്കുക. ചില കള്ളക്കണക്കുകൾ പുറത്തു വിടുക, ചില പ്രഖ്യാപനങ്ങൾ നടത്തുക, ഒടുവിൽ ആ പ്രഖ്യാപനത്തിൽ നിന്നെല്ലാം മാറിക്കഴിഞ്ഞു എന്നിട്ടും അതിനകത്ത് കിടന്ന് വീണ്ടും ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നാണ് തോന്നുന്നത്. കോൺഗ്രസിൻ്റെ ഒരു അജണ്ട അങ്ങനെ തന്നെയാണ്, ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അബിൻ വർക്കിയുടെ ആ ഇൻ്റർവ്യൂവിൽ വയനാട്, നമുക്കറിയാം വയനാടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ചർച്ച കേരളത്തിൽ നടന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ നമുക്കറിയാവുന്നതുപോലെ നിരവധി ആളുകൾ മരണപ്പെടുകയും അതോടൊപ്പം നിരവധി കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്ത അതിദാരുണമായ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോയ അതിദാരുണമായ ഒരവസ്ഥയാണ് നമുക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ വയനാട് ജില്ലയിൽ ഉണ്ടായത്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ഉണ്ടായത്. ആ ഒന്നാം വാർഷിക സമയത്ത് കുഞ്ഞുങ്ങളുടെയൊക്കെ ശവകുടീരത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന വീട്ടുകാരുടെ ആ ഒരു വേദന, ആ ഒരു ദുഃഖം നമുക്ക് ഒരുപക്ഷെ നമ്മൾ മലയാളികൾ എല്ലാവരും നമ്മുടെ നെഞ്ചിലേക്കാണ് അതിനെ ചേർത്ത് വെച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അബിൻ വർക്കിയുടെ ചില പുതിയ ന്യായീകരണങ്ങളുമായിട്ട് വരുന്നത്. ന്യായീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടായിരുന്നത്രേ ഈ കോൺഗ്രസ്സുകാർ ആ ദുരിതത്തെ കണ്ടത്. ഒന്നാം ഘട്ടത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു, അതായത് അവിടെ ചെല്ലുക, അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. പക്ഷേ നമ്മൾക്കറിയാം അവിടെ ഒരു കോൺഗ്രസ്സുകാരനെ പോലും അപൂർവമായിട്ട് വല്ല കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അവിടെ അബിൻ വർക്കിയെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ഒരാളെ നമ്മളവിടെ കണ്ടിട്ടില്ല. അതേസമയം അവിടെ DYFIക്കാർ നിരന്തരം അവിടെ പ്രവർത്തിച്ചു, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കൈയോട് കൈ ചേർന്നും മെയ്യോട് മെയ് ചേർന്നും അവിടെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം ഈ പറയുന്ന കേരളത്തിലുള്ള ഒട്ടുമിക്ക ജനങ്ങളും കണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ രണ്ടാം ഘട്ടത്തിലും അവർ അവിടെ ജീപ്പുകൾ വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് ശരിക്കും പറയേണ്ടത്. അവിടെയുള്ള സാധാരണക്കാർക്ക് ജീപ്പ് വാങ്ങിക്കൊടുത്തു. കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, അതായത് പെൺകുട്ടികളുടെ കല്യാണമൊക്കെ നടത്താൻ വേണ്ടി വെച്ചിരുന്ന പൈസയൊക്കെ കുറേ ആർക്കൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ പണമൊക്കെ സാധാരണക്കാർക്കിലേക്ക് വീണ്ടും എത്തിച്ചു കൊടുത്തു എന്നടക്കമുള്ള രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളും അവർ ഭംഗിയായി അവർ നടത്തി എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു അവകാശവാദം, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു അവകാശവാദം. അത് നമുക്ക് എങ്ങനെ അംഗീകരിക്കുമെന്നറിയില്ല. കാരണം അതൊക്കെ തെളിവുകളുണ്ടോ അല്ലെങ്കിൽ അതിന് പറ്റിയ രേഖകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ട് വീണ്ടും കോൺഗ്രസ്സുകാരെ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും പറയുന്നതിന് ഒരു ആത്മാർത്ഥത ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പക്ഷം. പിന്നെ മറ്റൊരു കാര്യം, മൂന്നാം ഘട്ടത്തിലാണ് ഇവർ പുനരധിവാസം എന്ന് പറയുന്നൊരു പദ്ധതി കൊണ്ടുവന്നത്. അത് വീടുകൾ വെച്ച് കൊടുക്കുക, അത് ടൗൺഷിപ്പാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വീടുകൾ ഉണ്ടാവണം, അതിനോടനുബന്ധിച്ച് ഒരു ടൗണിന് എന്തൊക്കെ കാര്യങ്ങൾ വേണോ, അപ്പം അവർക്ക് വേണ്ട ഓഫീസ് സമുച്ചയങ്ങൾ ഉണ്ടാവണം, അതോടൊപ്പം അവർക്ക് ആശുപത്രി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഒരു ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. എന്തർത്ഥത്തിലാണ് ഈ ടൗൺഷിപ്പ്, കുറേ വീടുകൾ മാത്രം ചേർത്ത് വെച്ചാൽ അതൊരു ടൗൺഷിപ്പ് ആകുമോ എന്നൊരു ചോദ്യം. ടൗൺഷിപ്പിന് ആകപ്പാടെ പണമുണ്ടോ, ടൗൺഷിപ്പ് ചെയ്യാനുള്ള പണമുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇവർ പറയുന്നത്, അബിൻ വർക്കി പറയുന്നതനുസരിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ്. ഏതാണ്ട് 30 വീടുകളാണ് യൂത്ത് കോൺഗ്രസ് പദ്ധതി ഇട്ടത്. അപ്പം നമുക്കവിടെ വെക്കാം 30 എന്നുള്ളൊരു കണക്ക് നമുക്കവിടെ വെക്കാം. അതിന് വേണ്ടിയിട്ട് 8 ലക്ഷം രൂപ ഒരു വീടിൻ്റെ പുറത്ത് 3/24 2 കോടി 40 ലക്ഷം രൂപ, നിയർ ഒരു 2 കോടി 50 ലക്ഷം രൂപ, അതായത് 2.5 കോടി രൂപ. ഇതാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പദ്ധതി ഇട്ടിരുന്നത്. ഇതിനു വേണ്ടി അവർ ചലഞ്ചുകൾ നടത്തി. അവർ പറയുന്നതനുസരിച്ച് പായസ ചലഞ്ച്, ബിരിയാണി ചലഞ്ച്, ധോത്തി ചലഞ്ച് ഒരെണ്ണം നടത്തിയതിൻ്റെ കള്ളക്കളി KT ജില്ലയിൽ വന്നിരുന്ന് പൊളിച്ചത് നമുക്കറിയാം. ഒരു 200 രൂപ പോലും ഇല്ലാത്തതിന് 600 രൂപയ്ക്ക് വിൽക്കുകയും അതെല്ലാം പിന്നീട് നമ്മൾ ഈ നാട്ടിലൊക്കെ ഒരു പ്രയോഗമുണ്ട്, കോരുവല പോലെയായി എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത 100 രൂപയ്ക്ക് പോലും കിട്ടാത്ത തുണികളാണ് പലപ്പോഴും കൊണ്ടുവന്ന് ധോത്തി ചലഞ്ചിൻ്റെ പേര് വിറ്റഴിച്ചതെന്ന് നമുക്ക് പലയിടത്ത് ഈ KT ജില്ലയിൽ മുസ്ലിം ലീഗ് നടത്തിയ ധോത്തി ചലഞ്ചിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഫണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ധോത്തി ചലഞ്ച് നടത്തിയാലും ശരി, അല്ലെങ്കിൽ പായസ ചലഞ്ച് ആണെങ്കിലും ബിരിയാണി ചലഞ്ച് ആണെങ്കിലും ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പണം, അത് അധികപ്പറ്റ് കിട്ടുന്ന പണം ഫണ്ട് ആക്കി മാറ്റും എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ആ സമയത്ത് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ വിഷയം ഉയർന്നു വന്നത് എന്നൊരു ചോദ്യമുണ്ട്. കാര്യം ഇങ്ങനെ ഫണ്ട് പിരിവ് എങ്ങും എത്തിയില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇത്ര ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന അന്നത്തെ
യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തേണ്ടി വന്നതിൻ്റെ പിന്നിലെ കാരണം എന്തായിരിക്കാം? കാരണം അതിൻ്റെ കാരണം ഉണ്ടാവും. അതായത് ഞങ്ങൾ ഇത്ര കോടി കൊടുത്തു, എന്നിട്ടും അത് ഈ പറയുന്ന ഫണ്ടിലേക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള നമ്മുടെ ഈ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ ഒരു വാദഗതിയിൽ നിന്നായിരിക്കില്ലേ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കേണ്ട ഗതികേട് വന്നത്? അതായത് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചെന്നോ അല്ലെങ്കിൽ ഫണ്ടിൽ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന ഒരു ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന സാഹചര്യത്തിലായിരിക്കുമല്ലോ തീർച്ചയായും ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം കൊണ്ടുവന്ന് പത്രസമ്മേളനം വിളിക്കേണ്ടി വന്നത്. അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഒരു 88 ലക്ഷം രൂപയായിരുന്നു. അതായത് ആ വിവാദം ഉണ്ടായതിനെ തുടർന്ന്, അതായത് ആ വിവാദം സ്വാഭാവികമായും ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ബ്ലോക്ക് കമ്മിറ്റി അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റികൾ പണം കൊടുക്കുമോ എന്നൊരു സ്വാഭാവിക ചോദ്യം. അതൊരു പക്ഷേ കൊടുത്തേക്കാം, കോൺഗ്രസ്സുകാരായതുകൊണ്ട് ഒരു പക്ഷേ പറയാൻ പറ്റില്ല. അങ്ങനെ വന്ന അതായത് അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ ഈ പണം എടുത്ത് വകമാറ്റി ചെലവഴിച്ച് പുട്ടടിച്ചു എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് വീണ്ടും ഏകദേശം 20 ലക്ഷം രൂപയോളം എങ്ങനെ ഇവർക്ക് ക്രോഡീകരിക്കാൻ കഴിഞ്ഞു, ഇവർക്ക് സംഭരിക്കാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴുമുണ്ട്. ആ ഒരു വിഷയം വിവാദമായി, ഫണ്ട് വകമാറ്റി, ഫണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് വിശ്വസിച്ചാണ് 20 ലക്ഷം രൂപ കൂടി, അതായത് ഇപ്പോൾ അവരുടെ കണക്കുകൾ പ്രകാരം 1,10 ലക്ഷം രൂപ ഉണ്ടെന്നാണ്, ഏകദേശം നമ്മൾ കണക്കാക്കിയാൽ ഒരു 30 ലക്ഷം രൂപ കൂടി ഇവരുടെ അക്കൗണ്ടിലേക്ക് പിന്നീട് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ജനങ്ങളെ കബളിപ്പിച്ചു, അതായത് 88 ലക്ഷം രൂപ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. 2, ഈ പറയുന്ന പണം എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കണം. അതായത് 30 ലക്ഷം രൂപ എങ്ങനെ ഇതിനകത്ത് ഈ ആരോപണങ്ങളും ഈ വിവാദങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വന്നു, ഇതിനകത്ത് നമുക്ക് സംശയമുണ്ട്, ദുരൂഹതയുണ്ട്. അത് നമുക്ക് അടിവരയിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ 1,10 ലക്ഷം രൂപ ഞങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. ശരി, നിങ്ങൾ സമാഹരിച്ച പണം അവിടെ വെക്കൂ, സമാധാനമായിട്ട് നിങ്ങളത് കൈകാര്യം ചെയ്ത് എന്ത് വേണം ചെയ്തോ, അതൊന്നും വിഷയമേ അല്ല. പിന്നെ DYFIക്കെതിരെയാണ് അടുത്ത ആരോപണം. DYFIക്കാർ 25 വീടായിരുന്നു അന്ന് പറഞ്ഞത്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ DYFIക്കാർ 100 വീട് വെക്കാനുള്ള ഫണ്ട് സമാഹരിക്കുകയും ഇത് സംസ്ഥാന സർക്കാരിലേക്ക് നൽകുകയും ചെയ്തു. അതായത് ടൗൺഷിപ്പ് പദ്ധതിയിലൂടെ ഈ പണം വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തു, നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന അബിൻ വർക്കിയുടെ പ്രശ്നം അതല്ല, DYFIയുടെ പേരിൽ CPM ആണ് പിരിവ് നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ശരി, ആയിക്കോട്ടെ, KPCC ഫണ്ട് പിരിച്ചല്ലോ. KPCC ഫണ്ട് പിരിച്ചിട്ട് ആ ഫണ്ട് എവിടെ പോയി? KPCC പറഞ്ഞ 100 വീട്, അതായത് മൊത്തം 230 വീടുകളാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം മുതൽ ഇങ്ങോട്ട് KPCC യൂത്ത് കോൺഗ്രസും വരെ കൊടുക്കാമെന്ന് ഏറ്റിരുന്നത്. 230 വീട് കണക്കതാണ്. 100 വീട് KPCC, 100 വീട് രാഹുൽ ഗാന്ധി, 30 വീട് നമ്മുടെ യൂത്ത് കോൺഗ്രസ്. എന്നിട്ട് ഒരു വീടിനെങ്കിലും തറക്കല്ലിടാൻ ഈ UDFനോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കോ കഴിഞ്ഞിട്ടുണ്ടോ ഇത് നാളിതുവരെ? ഓഗസ്റ്റ് മാസത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ നേതാവ്, ദേശീയ നേതാവ് രാഹുൽ ജി ഇവിടെ വരുന്നുണ്ട്, ആ രാഹുൽ ജി ഇവിടെ വന്നു കഴിയുമ്പോൾ രാഹുൽ ജി കല്ലിടുന്നുണ്ട്, ആ കല്ലിടലിനൊപ്പം തന്നെ ഞങ്ങളുടെ വീടിൻ്റെ പണികളും ആരംഭിക്കും. എന്നിട്ട് രാഹുൽ ജി കേരളത്തിലേക്ക് വന്നിട്ട് ഇവിടെ ഉദ്ഘാടനം നടത്തിയോ? രാഹുൽ ജിക്ക് എന്താണ് ഉത്തരവാദിത്വം? എന്ത് ഉത്തരവാദിത്വം? അവരെ ശരിക്കും പറഞ്ഞാൽ ആദ്യം രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത് ശരിക്കും വയനാടുകാരാണ്. രണ്ടാമത്തെ തവണയും വയനാട്ടിലുള്ള സാധാരണക്കാർ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചു. മൂന്നാമത്തെ തവണ, അതായത് ബൈ ഇലക്ഷൻ സമയത്ത് രാഹുൽജിയുടെ സ്വന്തം പെങ്ങളൂട്ടിയെ വിജയിപ്പിച്ചു. അപ്പം രാഹുൽ ഗാന്ധിയോടും ആ കുടുംബത്തോടും വയനാട് നിവാസികൾ കാണിച്ച ആ ഒരു ആത്മാർത്ഥതയ്ക്കും അർപ്പണബോധത്തിനോടും എന്തെങ്കിലും കൃത്യമായി ഒരു മറുപടി കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? പോട്ടെ, രാഹുൽ ഗാന്ധിക്ക് ആ ഒരു സ്മരണയെങ്കിലും ഉണ്ടോ ആ നാട്ടുകാരോട്? ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നയവഞ്ചനയാണ് നടത്തുന്നത്. പച്ചയ്ക്ക് സാധാരണക്കാരുടെ അവർ കുടിക്കുന്ന കഞ്ഞിക്കകത്ത് പച്ചമണ്ണ് വാരിയിടുന്ന നടപടിക്രമം. ഇതാണ് ശരിക്കും ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആ വയനാടുകാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ് അബിൻ വർക്കി പറയുന്നത്? ഇവർ ഈ 30 വീട്, അതായത് രാഹുൽ ഗാന്ധി കൊടുക്കാവുന്ന വീടിൻ്റെ എണ്ണം കുറഞ്ഞേ എത്ര ആവും? 70 കുറയുകയും യൂത്ത് കോൺഗ്രസിൻ്റെ 30 വീടിനകത്തൂടെ ചേർത്തിട്ട് 100 വീട് എന്ന് പറയുന്ന ഒരു റൗണ്ട് ഫിഗറിലേക്ക് കൊണ്ടെത്തിച്ചു. അതായത് ഫലത്തിൽ നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസ്സുകാർ വാഗ്ദാനം ചെയ്തതിൽ 130 വീടുകളുടെ എണ്ണം കുറയും എന്നർത്ഥം. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് വളരെ 187 പേർക്കങ്ങാണ്ട് അവിടെ വീട് അവർ ഗുണഭോക്താക്കളുള്ളൂ, അപ്പോൾ പിന്നെ ഞങ്ങൾ വീട് വെക്കുന്നത് അധികപ്പറ്റായി പോവില്ലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളൊരു 10 വീടെങ്കിലും വെച്ച് കാണിക്കുന്നേ. ഒരു 10 വീട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 1,10 ലക്ഷം രൂപ കൊണ്ട് 11 ലക്ഷം രൂപ മുടക്കിയിട്ട് നിങ്ങളൊരു 10 വീട് വെച്ച് കാണിക്കുക. എന്നിട്ട് ഇവരെ സ്ഥലം കിട്ടുന്നില്ല,
സർക്കാർ ഒരു വർഷം ഇതുവരെ സർക്കാരിൻ്റെ കുറ്റം പറഞ്ഞിരിക്കുകയാണ്. സർക്കാർ ഒരു വർഷമായിട്ട് അവിടെ എന്തോ ചെയ്ത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അബിൻ വർക്കി അതിന് മറുപടി പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി നിയമപോരാട്ടം നടത്തിയിരിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ എന്ന് കൃത്യമായി അബിൻ വർക്കിയുടെ നാവിൽ നിന്ന് തന്നെ വീണു. ആ വസ്തു ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ആ നിയമപോരാട്ടം നടത്തിയിട്ടാണ് ഇപ്പോൾ ടൗൺഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മിക്കവാറും ജാനുവരിയോട് കൂടി അല്ലെങ്കിൽ ഡിസംബർ അവസാനത്തോടു കൂടി ആ ടൗൺഷിപ്പ് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോഴും നമ്മളുടെ സംശയം മാറുന്നില്ല. ആ ഫണ്ട് എവിടെ, അത് വിനിയോഗിക്കപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതായത് അബിൻ വർക്കി പറയുന്നതനുസരിച്ചാണ് 1,10,00,000 രൂപ. നേരത്തെ ഇതിനു മുമ്പ് സംസ്ഥാന അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് പറഞ്ഞത് 1,05,00,000 രൂപ. വീണ്ടും 5,00,000 രൂപ കൂടി വന്നു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതായത് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇത്രയും തുകയൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി 88,00,000 രൂപ എന്ന് പറഞ്ഞൊരു കള്ളക്കണക്ക് പറഞ്ഞു. അത്രയും നമ്മൾ വിശ്വസിച്ചാൽ മതി. അങ്ങനെ ആയിരിക്കണം നമ്മളത് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അപ്പോഴും ഇവിടെ ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുകയല്ലേ. ഇനി സ്ഥലം ഏറ്റെടുക്കണം, സ്ഥലം വാങ്ങണം, വീട് വെക്കണം എന്നത്തേക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണം ഉണ്ടായിട്ട് പോലും വീടുകൾ തീരുന്നില്ല, അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നിയമ തടസ്സമുണ്ട്. മുസ്ലിം ലീഗ് ആ ആൾക്കാരോട് കാണിച്ച ഒരു സ്നേഹത്തോട്, അല്ലെങ്കിൽ ആ ആൾക്കാരോട് കാണിച്ചിട്ടുള്ള ഒരു സ്മരണയുടെ പകുതിയെങ്കിലും ഇനി ഭരിക്കാൻ പോകുന്ന ഒരു നേതൃത്വം എന്നുള്ള നിലയിൽ കോൺഗ്രസ് കാണിക്കേണ്ടതായിരുന്നില്ലേ? എന്തിനേറെ പറയാൻ, ഞങ്ങൾ സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആപ്പ് ഉപയോഗിച്ചു. ആപ്പ് ഉണ്ടോ? അങ്ങനെ ഒരു ആപ്പ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പം ജനങ്ങളെ എങ്ങനെയൊക്കെ വഞ്ചിക്കാൻ കഴിയുമോ, എങ്ങനെയൊക്കെ പറ്റിക്കാൻ കഴിയുമോ, അങ്ങനെയെല്ലാം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കോൺഗ്രസ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ടിരിക്കുക. പച്ചയ്ക്ക് കള്ളം പറഞ്ഞ് പറ്റിക്കുക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ആത്മാർത്ഥതയുണ്ട് ഈ കോൺഗ്രസ്സിന്? ഇവരെയൊക്കെയാണോ, ഇവരെ നമ്പിയാണോ നമ്മൾ അവരെ വിജയിപ്പിക്കേണ്ടത്? അതായത് ഈ പറയുന്ന നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ വിശ്വസിച്ച് നമ്മൾ വീണ്ടും വോട്ട് ചെയ്ത് അവരെ അധികാരത്തിൽ കൊണ്ടുവരണം. വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയല്ലേ? ഇനി ഒഫീഷ്യലി അൺഒഫീഷ്യലി അവർ നമ്മളെ പറ്റിച്ചു കഴിഞ്ഞു. ഇനി ഒഫീഷ്യലി നമ്മളെ പറ്റിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണോ? അല്ല, അങ്ങനെ ഒരു അവസരത്തിലേക്കാണോ നമ്മൾ ഇനി ചെന്നെത്തേണ്ടത്? അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും, അതും വയനാടിൻ്റെ ഒരു ചെറിയ വിഷയം, അല്ലെ വയനാടിൻ്റെ ചെറിയ വിഷയം എന്നുള്ള ചെറുതാക്കുകയല്ല, വയനാടിൻ്റെ വിഷയം ഒരൊറ്റ വിഷയത്തിൽ മാത്രം നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെയൊക്കെ നമ്മളെ പറ്റിച്ചു. എത്ര കോടി രൂപ നമ്മുടെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അവർ ആഹാരം മേടിക്കാൻ വെച്ചിരുന്ന പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് ഇവർ ഈ ചെലവ് നടത്തിയിരിക്കുന്നത്, ആ പണം കൊടുത്തിരിക്കുന്നത്. അവരെ വരെ പറ്റിച്ചില്ലേ? ആ ചലഞ്ചിനോട് സഹകരിച്ചിട്ടുള്ള എത്രയോ അധികം ജനങ്ങളുണ്ട്. അവരോട് കാണിച്ചിരിക്കുന്ന നയവഞ്ചനയില്ലേ? ആ ജനങ്ങളെ ആവശ്യമില്ലാതെ അവരോട് വാഗ്ദാനം കൊടുത്തിട്ട് അവരെ പറ്റിച്ചില്ലേ? അങ്ങനെ എത്രയെത്ര ആളുകളെയാണ് ഈ കോൺഗ്രസ് പാർട്ടി ഈ കഴിഞ്ഞ കാലയളവിൽ പറ്റിച്ചിരിക്കുന്നത്, സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട്. ഈ ഫണ്ടൊക്കെ ഇനിയും തെരഞ്ഞെടുപ്പിനകത്തെടുത്ത് വിനിയോഗിക്കപ്പെടുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.